ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ സൺഡേ ഞാൻ മീൻ പിടിക്കാൻ വേണ്ടി മുനമ്പ ബീച്ചിലാണ് പോയത് കേട്ടോ. അപ്പോൾ പുലിമുട്ടിൽ കുറേ യൂട്യൂബേഴ്സൊക്കെ ഫിഷിംഗ് വീഡിയോ ഇടുന്ന യൂട്യൂബേഴ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ ഇവിടുന്ന് പോകുമ്പോഴത്തേക്കും രാത്രി 2 മണിക്ക് പോയാൽ ഞാൻ 5 മണിയാകുമ്പോഴത്തേക്കും അവിടെ എത്തും. പിന്നെ നമ്മൾ ഒരു 9-10 മണി വരെയൊക്കെ ഞാൻ മീൻ പിടിച്ചു. അപ്പോൾ ഇവർ ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. ഒരുപാട് ആൾക്കാർ വ്ലോഗ് എടുക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ചൂണ്ടയിട്ട് അപ്പം തന്നെ മീൻ അടിക്കും. ചിലപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടായിരിക്കും. അപ്പം ഞാൻ പിന്നെ ഇട്ട് കഴിഞ്ഞാൽ വലിയ ഭാവം പറയാമല്ലോ, നമ്മൾ എന്തിനാണോ പോയത്. എനിക്ക് വ്ലോഗ് എനിക്കൊരു ഞാൻ ചെയ്യുന്നത് ആകെ മീൻ പിടിച്ചാൽ ഒരു മീൻ പോക്കി ഇങ്ങനെ കാണിക്കുന്ന എന്താ പറയുക, ഷോർട്ട് വീഡിയോ മാത്രമാണ് കേട്ടോ ഇടുന്നത്. ഞാൻ വലിയ വീഡിയോസ് ഒന്നും ഞാൻ ഇടാറില്ല. അപ്പോൾ കാരണം മറ്റൊന്നുമല്ല, എനിക്ക് നമുക്ക് ക്യാമറമാൻ ഒന്നുമില്ല. അപ്പോൾ ട്രൈപോഡിൽ വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എനിക്ക് അവിടെ വെക്കാനുള്ള സൗകര്യമൊന്നുമില്ല, കല്ലാണ് മുഴുവനും. അപ്പോൾ ആരുടെ ഇടയിലോട്ട് ഫോൺ വല്ലതും പോയാൽ പിന്നെ അത് അവിടെ നിന്ന് എടുക്കാൻ പോലും പറ്റില്ല. കാരണം പുലിമുട്ടും പാറയും ഇങ്ങനെ നമുക്കൊരാൾക്ക് ഇറങ്ങാനോ കാലിടാനോ കൈയിടാനോ ഒന്നും പറ്റാത്ത ഭയങ്കര അഗാധമായിട്ടുള്ള സ്ഥലങ്ങളാണ്. എന്തിട്ടാലും നമുക്ക് ഫോണ് പോയാലും പേഴ്സ് പോയാലും ഇപ്പോൾ എന്ത് പോയെന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ ഇടയിൽ നിന്ന് എടുക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ പറയാൻ വന്നത് വേറെ ഒന്നുമല്ല. അങ്ങനെ ഒരുപാട് കുട്ടികൾ ഫാമിലീസൊക്കെ ഉണ്ട് കേട്ടോ മീൻ പിടിക്കാൻ വരുന്നത്. അപ്പോൾ ഇന്നലെ ഉണ്ടായ ഒരു ഫാമിലി എന്ന് പറഞ്ഞാൽ ഒരു അച്ഛനും അമ്മയും ഒരു മോനും. ഒരു 10 വയസ്സുണ്ട് കേട്ടോ അവന്. ഞാൻ ചോദിച്ചു, നീ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? പറയുമ്പോൾ 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നതെന്ന് പറഞ്ഞു. ഞാൻ അവരുടെ വിശദമായ വിവരങ്ങളൊന്നും ഇവിടെ പറയുന്നില്ല. കാരണം ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് അവരുടെ കാര്യമാണ്, ആ ഫാമിലിയുടെ കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒരുപാട് വിഷമത്തെക്കാളേറെ എനിക്ക് ഒരുപാട് നാണക്കേടോ അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് എന്താ പറയുക, എങ്ങനെ ഒരു അച്ഛൻ അങ്ങനെ ആവരുത്, അല്ലെങ്കിൽ ഒരമ്മ ഒരച്ഛന് സൈഡ് പിടിക്കുകയും ഒരു കുട്ടി ഒരു 10 വയസ്സുകാരൻ നാളെ വളർന്നു വരുമ്പോൾ അവൻ്റെ മനസ്സിലേക്ക് മറ്റുള്ളവരെ കുറിച്ച് ഒരു അച്ഛനോ ഒരു അമ്മയോ പറഞ്ഞു കൊടുക്കുന്ന കുറേ കാര്യങ്ങൾ, പക്ഷേ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ അവനൊരു 10, 12 അല്ലെങ്കിൽ ഒരു 15 വയസ്സിനുള്ളിൽ അവൻ സത്യം തിരിച്ചറിയുകയും അവൻ ഇവരോട് പ്രതികരിക്കുകയും ചെയ്യും. അവൻ എപ്പോഴും സത്യത്തിലൂടെ നിൽക്കുന്ന ഒരു കുട്ടിയായിട്ട് വളരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ചിലപ്പോൾ കേൾക്കുന്ന കുറച്ച് പേർക്കെങ്കിലും നിസ്സാരമെന്ന് തോന്നും, പക്ഷെ ഞാൻ പറയുന്നു, എത്രയോ ആൾക്കാരുടെ നമ്മൾ സംസാരിക്കുന്നതൊക്കെ കേട്ടിട്ടുണ്ടല്ലേ. നിങ്ങളുടെ റോൾ മോഡൽ ആരാ എന്ന് ചോദിച്ചാൽ ഇന്ദിരാഗാന്ധിയാണ്, KR നാരായണനാണ്, അംബേദ്കറാണ്, അല്ലെങ്കിൽ അബ്ദുൽ കലാമാണ്. അങ്ങനെ ഒരുപാട് ആൾക്കാരെ പറയും. ചിലവർ പറയും എൻ്റെ അമ്മയാണ് എൻ്റെ റോൾ മോഡൽ, ചിലവർ പറയും എൻ്റെ അച്ഛനാണ്. ശരിയായിരിക്കാം. സാധാരണ ഒരു വീട്ടിൽ ഒരു കുട്ടിക്ക് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നതും ആ കുടുംബം നടത്തിക്കൊണ്ട് പോകുന്ന അച്ഛൻ വലിയൊരു പോരാളി അല്ലെങ്കിൽ ഒരു അഭിമാനമൊക്കെയാണ്. പക്ഷേ ചില സംഭവങ്ങൾ അല്ലെങ്കിൽ ചില കാര്യങ്ങൾക്ക് അച്ഛനെ റോൾ മോഡൽ ആക്കരുത് എന്നെനിക്ക് തോന്നിയ ഒരു സംഭവമാണ്. ആ മോൻ എൻ്റെ അടുത്ത് വന്നിരുന്നു. അപ്പോൾ അവർക്കൊരു യൂട്യൂബ് ചാനലുണ്ട്. ഞാൻ പേരൊന്നും പറയുന്നില്ല, മറ്റൊന്നുമല്ല, എനിക്ക് ഇത് പറയണമെന്ന് തോന്നിയിട്ടാണ് ഞാൻ അവരുടെ യൂട്യൂബ് ചാനലിൻ്റെ പേരൊക്കെ പറഞ്ഞ് ഞാൻ പറയാൻ പോകുന്ന സംഭവം വലിയ നാണക്കേടാവും അവർക്ക്. അത് ഞാൻ എന്നോട് ചെയ്യുന്ന രീതി അവരോട് ചെയ്യുന്ന ഒരു തോന്നിവാസമാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ പേരൊന്നും പറയുന്നില്ല. പക്ഷേ പറഞ്ഞു വന്ന് ഞാൻ ചൂണ്ടയൊക്കെ റെഡിയാക്കി. അവരൊരു 6:30 ആയപ്പോഴാണ് എത്തിയത് കേട്ടോ. ആ കുട്ടി തൊപ്പിയൊക്കെ വെച്ച് ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു മോന് കേട്ടോ. അപ്പോൾ ഞാൻ ചൂണ്ടയിട്ട് മീൻ കിട്ടി. ഞാൻ അതിൻ്റെ ഐസ് ബോക്സിൽ ഇട്ട് വെച്ചു. അതിനുശേഷം ഞാൻ ചൂണ്ടയിട്ടു. പിന്നെ ഞാൻ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് ഇവർ വന്നത്. ഇവർ എല്ലാം എടുത്ത് വെക്കുന്നു. അമ്മയുണ്ട്, നല്ല സ്മാർട്ടാണ്. അച്ഛനുണ്ട്. അപ്പോൾ ഈ അച്ഛൻ ചൂണ്ടയിടാൻ എല്ലാം റെഡിയാക്കി ചൂണ്ട. അപ്പോൾ ഈ കുട്ടിയുണ്ട് കേട്ടോ, അമ്മയാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ശരിക്കും വെട്ടം വീഴാത്തത് കൊണ്ട് തന്നെ ഇയാൾക്ക് ദേഷ്യം വരുന്നുണ്ട്. ഇവർ വീഡിയോ എടുക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ കൊണ്ട് കാണിക്കുന്നത്. അപ്പോൾ കുറേ നേരം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും
ഞാൻ പിന്നെ ശ്രദ്ധിക്കാതെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഇപ്പോൾ അവർക്ക് വല്ലതും ചളിപ്പുണ്ടാവണ്ടെന്ന് വിചാരിച്ചിട്ട് അവരത് ശ്രദ്ധിക്കുന്നുണ്ട്, ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. അത് എൻ്റെ എൻ്റെ ട്രൈപ്പോഡൊക്കെ കണ്ടപ്പോഴത്തേക്കും ഇവരെന്നോട് വന്ന് ചോദിച്ചു, ചേച്ചി വീഡിയോ എടുക്കുന്നതാണോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ ഷോർട്സ് വീഡിയോ ഒക്കെ എടുക്കും, 1-2 ഒക്കെ ഇടും, അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ ശ്രദ്ധിക്കുന്നില്ല കേട്ടോ. എനിക്ക് മീൻ അടിച്ചു. അപ്പോൾ ഇപ്പോഴത്തെ സമയം എന്ന് പറഞ്ഞാൽ ഏട്ടക്കൂരി കുഞ്ഞുങ്ങളുടെ സീസണാണ് ഇപ്പോൾ 2 മാസമായിട്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് നാളായിട്ട് ഞാൻ ഇടാൻ പോകുന്നില്ല. ഇട്ട് കഴിഞ്ഞാൽ ഈ ഏട്ടക്കൂരി കുഞ്ഞ് മാത്രമേ അടിക്കുകയുള്ളൂ. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഈ ഏട്ടക്കൂരിയാണ് പിന്നെയും അടിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ഒരു ഏട്ടക്കൂരി പോലും മണിക്കൂറുകളായിട്ട് ഇവർക്ക് ചൂണ്ടയിട്ടിട്ട് ഇയാൾക്ക് അടിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇയാളുടെ ഭാര്യ ഇയാളോട് എന്ന് പറഞ്ഞു, നിങ്ങൾ കുറച്ചങ്ങോട്ട് നീങ്ങിയിരിക്കേ, ആ ചേച്ചി ഇടുന്ന സ്ഥലത്തേക്ക് മാറിയിരിക്കേ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കും തോന്നി, ആ മോനാണെങ്കിലും എനിക്ക് മീൻ കിട്ടുമ്പോഴത്തേക്കും പ്രതീക്ഷയോടെ അച്ഛനെ നോക്കുവാണ്, എന്താ അച്ഛന് മീൻ അടിക്കാത്ത, അച്ഛനെന്താ മീൻ കിട്ടാത്തതെന്നുള്ള ആ ഒരു ഇത് ആ കുട്ടിക്കുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ പറഞ്ഞു ഇവിടെ ഇട്ടോ, ഇവിടെ മീൻ അടിക്കുന്ന സ്പോട്ടാണ്, ഇവിടെ ഇട്ടോളാൻ പറഞ്ഞിട്ട് ഞാൻ പുലിമുട്ടിൻ്റെ മറ്റൊരു ഭാഗത്തേക്ക് പോയി കേട്ടോ. അവിടെ ഇരുന്നു. ഞാൻ അവിടെ ഇട്ടോടനെ എനിക്ക് മീൻ അടിച്ചു. ഞാൻ അതിനെ എടുത്തു. ഞാനപ്പം അവിടെ നിന്ന് ഒരു പയ്യനോട് പറഞ്ഞു, മോനെ ആൻറ്റിക്ക് ഫോണിൽ ഒരു വീഡിയോ എടുത്തതാ മോനെ, ആൻറ്റി മീനെ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു വീഡിയോ. കാരണം ചിലർക്കെങ്കിലും നമ്മളങ്ങനെ പറയാൻ എനിക്ക് മടിയാണ് ഒന്ന്. രണ്ടാമത്തെ കാര്യം, അവർ മീൻ പിടിക്കാൻ വന്ന, അപ്പോൾ പിന്നെ നമ്മൾ അവരെ കൊണ്ട് വീഡിയോ എടുപ്പിക്കുന്ന, നമ്മൾ ചൂണ്ടയെറിയുന്നതും മീൻ അടിക്കുന്നതും വലിക്കുന്നതും ഒക്കെ നമ്മൾ കാണിക്കുമ്പോൾ, അല്ലെങ്കിൽ പൊക്കി എടുക്കുന്നതും ഒക്കെ കാണിക്കുക. അത്രയും ടൈം നമ്മളുടെ ഒപ്പം ചിലപ്പോൾ അവർക്ക് ഇത് ചൂണ്ട പിടിച്ച് തരാൻ പറ്റിയെന്ന് ചൂണ്ടയല്ല, ക്യാമറ പിടിച്ച് തരാൻ പറ്റിയെന്ന് വരില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ചില കുട്ടികളോട് പറയും കേട്ടോ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ട്രൈപ്പോഡ് വെച്ചിട്ട് തന്നെ എടുക്കാം. അങ്ങനെ ഈ മോൻ എൻ്റെ അടുത്ത് വന്ന് വീണ്ടും ഈ മീനെ കാണാൻ വേണ്ടി വന്ന് നിന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ്റെ അമ്മ വിളിച്ചപ്പോഴത്തേക്ക് അവൻ അങ്ങോട്ട് പോയി. അതിന് ശേഷം ഞാനിരുന്ന് ഈ വീഡിയോ എടുത്തതൊക്കെ ഞാൻ തന്നെ എടുക്കുകയാണ്. ഞാൻ അവിടെ ഇരുന്നിട്ട് ഞാനും കടലിനോട് ചേർന്നിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഞാൻ നോക്കുമ്പോൾ ഇവർ സഞ്ചി തുറന്നിട്ട് ഇവർ കൊണ്ടുവന്ന ഒരു വലിയൊരു മീൻ കേട്ടോ. ആ മീനൊക്കെ കരയിലിരുന്ന് ഇതേപോലെ ചൂണ്ടയിട്ട് കിട്ടുമായിരിക്കും. ചിലപ്പോൾ നാളെ ഒരിക്കൽ എനിക്കും കിട്ടിയ നമ്മൾ അവിടെ കരയോട് ചേർന്ന ഭാഗം, അതായത് നമ്മുടെ 14 ഇഞ്ചിൻ്റെ 14 അടിയുടെ ചൂണ്ടയൊക്കെ നമ്മൾ റോഡൊക്കെ എറിഞ്ഞാൽ ചിലപ്പോൾ പോയാൽ ഈ മീനൊക്കെ അടിക്കുമായിരിക്കും. പക്ഷെ ഇവരുടെ കയ്യിലിരിക്കുന്നതെന്ന് പറഞ്ഞാൽ 10 അടി റോഡാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇവർ എറിഞ്ഞിട്ട് കിട്ടിയതുപോലെ ഇവർ ആദ്യം റോഡ് എറിഞ്ഞു. അപ്പോൾ ഞാനിതിങ്ങനെ ശ്രദ്ധിച്ചിരിക്കുകയാണ്. ഇവർ ആദ്യം റോഡ് എറിഞ്ഞു, ആ പുള്ളിക്കാരത്തി വീഡിയോ എടുത്തു, അതിനുശേഷം കട്ടാക്കി അയാൾ വലിച്ചെടുത്തു. പിന്നെ ഈ മീനെ വലിയ കൊളുത്തേൽ കൊളുത്തിയിട്ടു, അതയാൾ വെള്ളത്തിലേക്ക് ഇട്ടു. ആ പുള്ളിക്കാരത്തി വെള്ളത്തിലേക്ക് ഇട്ടപ്പോൾ ഇവരെ നോക്കിയപ്പോഴത്തേക്ക് ഇവർ വീഡിയോ എടുക്കാൻ തുടങ്ങി. ഇയാളിങ്ങനെ വീല് കറക്കാൻ തുടങ്ങി, ചുറ്റാൻ തുടങ്ങി. അങ്ങനെ എടുത്തുമ്പോൾ പൊക്കി എടുത്തിട്ടപ്പോൾ ചത്ത മീനല്ലേ. അപ്പം കടലിൽ പിടിക്കാൻ എപ്പോഴും ജീവൻ ഉണ്ടാവണമെന്നൊന്നുമില്ല, അല്ലെങ്കിൽ പെട്ടെന്ന് ജീവൻ. പക്ഷെ എന്നാലും എനിക്ക് കേട്ടിരിക്കുന്ന ഇത്തിരിക്കോളമുള്ള പല്ലിമീൻ വരെ നമുക്ക് കരയിൽ വന്നൊരു 10 മിനിറ്റ് കഴിയാണ്ട് ചാകത്തില്ല. കടലിലെ മീൻ അങ്ങനത്തെ ഒരു ഇതുണ്ട്. അപ്പോൾ ആ മീൻ ചത്ത മീനാണ്. അപ്പോൾ ഈ കുട്ടി നോക്കുകയാണ്, പുള്ളിക്കാരൻ ഭയങ്കരമായിട്ട് പുള്ളിക്കാരത്തിയുടെ വീഡിയോയുടെ ക്യാമറയുടെ ഫ്രണ്ടിലേക്ക് വന്നിട്ട് സംസാരിക്കാൻ തുടങ്ങി. മീൻ എറിഞ്ഞതിനെ, വെയിറ്റ് ചെയ്തതിനെ, മീൻ വലിച്ചുകൊണ്ട് പോയി, മീൻ കല്ലിൻ്റെ ഇടയിൽ കയറിയത്, പുള്ളിക്കാരൻ പുലിമുട്ടി കൂടെ താഴേക്ക് ഇറങ്ങിയത് ഭയങ്കര റിസ്ക്കാണ്, ആരും അങ്ങനെ ചെയ്യരുത് എന്ന് നാട്ടുകാർക്ക് കുറച്ച് നല്ല മോട്ടിവേഷനും കാര്യങ്ങളും ഒക്കെ ആട്ടികൾ അടിച്ച് മിന്നി കയറുമ്പോൾ ഞാനിതെന്തോ സംഭവം എന്ന് വിചാരിച്ച് ഞാനിരിക്കാം. കാരണം എൻ്റെ കണ്ണിൽ കാണുവാണ് അവർ കവറിനകത്ത് ഈ മീനെടുത്ത് ഇങ്ങനെ. അപ്പോഴാണ് എനിക്ക് മനസ്സിലാവും, അമ്പടാ ഇങ്ങനെ ഒരു കാര്യം കൂടെ യൂട്യൂബിലിടാവല്ലേ. ഈ ഫിഷിംഗ് വീഡിയോ ഇടുന്നവർക്ക് ഇങ്ങനെ ഒരു കാര്യം കൂടി ഇടാം. പക്ഷെ ഫിഷിംഗ് വീഡിയോ ചെയ്യുന്ന ഒരുപാട് ആൺകുട്ടികൾ പെൺകുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ അവരോടൊക്കെ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ചിരി വന്നു പോയി. കാരണം എത്രയോ ഞാൻ അടക്കമുള്ള ആൾക്കാർ എത്രയോ മണിക്കൂറുകളോളം വെയിൽ കൊണ്ട്
അല്ലെങ്കിൽ മഞ്ഞ് കൊണ്ട് ഒക്കെ ഇരുന്നാണ് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി നമ്മൾ ഇരിക്കുന്നത്. ഒരു മീൻ അടിക്കാൻ കാത്തിരിക്കുന്നത്. ആ മീൻ അടിച്ചു അത് കരയിലേക്ക് എടുക്കുന്നിടം വരെ എന്തൊരു ആകാംക്ഷയും എന്തൊരു സന്തോഷമായിരിക്കുന്നു. അത് എടുത്തു കഴിയുമ്പോഴത്തേക്കും നമ്മളത് അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ യൂട്യൂബിൽ എവിടെയെങ്കിലും ഒന്ന് അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം ഇതൊന്നുമില്ലാതെ പൈസ കൊടുത്ത് ഒരു മീനെ വാങ്ങിച്ചുകൊണ്ട് പോകണം അങ്ങനെ ഇട്ട് ശരി അവരുടെ ചാനലിൽ ഇടാണ് അവർ ഫിഷിംഗ് വീഡിയോ ചെയ്യാൻ വേണ്ടി. പക്ഷേ എനിക്ക് ചിരി വന്നതിന് ശേഷം ഞാൻ നോക്കിയത് ആ കുട്ടിയുടെ മുഖത്തേക്കാണ്. ഒരച്ഛൻ കള്ളത്തരം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നുണ വിളിച്ച് പറയുമ്പോൾ അമ്മ അതിന് കുട പിടിക്കുമ്പോൾ ഈ 10 വയസ്സുകാരൻ നാളെ എന്ത് ചെയ്താലും ഇവർക്ക് ഈ കുട്ടീനെ തിരുത്താനുള്ള യോഗ്യത ഉണ്ടാവുമോ? നാളെ ഈ കുട്ടി എന്തെങ്കിലും പറഞ്ഞാൽ എന്തെങ്കിലും തെറ്റായിട്ട് അല്ലെങ്കിൽ ഇതേപോലെ ഒരു നുണ പറഞ്ഞാൽ ഇവർക്ക് ഈ കുട്ടീനെ തിരുത്താനുള്ള യോഗ്യതയുണ്ടോ? അന്ന് ആ കുട്ടി ചോദിക്കാൻ പോകുന്നത് എന്തായിരിക്കുക? എൻ്റെ റോൾ മോഡൽ നിങ്ങളാണ് എന്നെങ്കിൽ ആ കുട്ടി പറയാതിരിക്കുമോ? ഞാൻ ഇങ്ങനെയൊക്കെ ചിന്തിച്ചു കേട്ടോ. അത് കഴിഞ്ഞ ശേഷം ഞാൻ കണ്ടു എന്ന് കണ്ടപ്പോഴത്തേക്കും ആ കുഞ്ഞിൻ്റെ അമ്മ എൻ്റെ അടുത്തേക്ക് വന്നു കേട്ടോ. എൻ്റെ അടുത്തേക്ക് വന്നിട്ട് അവർ പറഞ്ഞു, ചേച്ചി ഞങ്ങൾ ഇങ്ങനെ ചെറിയൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട്, മോന് വേണ്ടിയാണ്. അപ്പോൾ ചേട്ടനാണ് മീൻ പിടിക്കുകയൊക്കെ ചെയ്യുന്ന, മോൻ പിടിക്കുകയൊന്നുമില്ല. എന്നിട്ട് അതിന് ശേഷം അവൻ്റെ കയ്യിൽ ചൂണ്ടയും മീനും കൂടെ കൊടുത്തിട്ട് ഞങ്ങൾ വീഡിയോ ഒക്കെ എടുക്കും. പിന്നെ ചേട്ടനും വീഡിയോയിൽ സംസാരിക്കും. അങ്ങനെയാണ് ഇങ്ങനെയാണ് ചേച്ചി എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞ് സബ് ചെയ്യുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ് സബ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് ചോദിച്ച് സബ് ചെയ്യണം, ചാനലിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചപ്പോൾ ചാനലിന് പേരൊന്നും ഇട്ടിട്ടില്ല, എനിക്ക് സബ് ചെയ്യുകയും വേണ്ട. കാരണം എന്തോ എനിക്ക് അങ്ങനെ പറയാനാണ് തോന്നിയത് കേട്ടോ. ഒരു കുട്ടീനെ വെച്ചുകൊണ്ട് കാണിക്കുന്ന ആ കാപട്യം അല്ലെങ്കിൽ ആ ഒരു എന്ത് ചെയ്യാനാണെങ്കിൽ സത്യസന്ധമായി നമുക്ക് ചെയ്യാമല്ലോ. നമുക്ക് ഈ ഫിഷിംഗ് വീഡിയോ ഒക്കെ കാണുമ്പോൾ നമുക്ക് ഒരുപാട് കാണുന്ന ആൾക്കാർക്ക് ഒരുപാട് എന്താ പറയുന്ന ആകാംക്ഷ ഉണ്ടാവും അല്ലെങ്കിൽ ആഗ്രഹം ഉണ്ടാവും. നമുക്കും അങ്ങനെ പോയാൽ ചൂണ്ടയിട്ടാൽ എന്താ മീൻ കിട്ടില്ലേ എന്നൊക്കെ ചിന്തിക്കുന്ന ഒരുപാട് ആൺകുട്ടികൾ. കാരണം അങ്ങനെ ചിന്തിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഒരുപാട് കച്ചവടങ്ങൾ കടകളിൽ ചൂണ്ടക്കട എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരുപാട് സ്ഥലത്ത് ചൂണ്ടക്കടകൾ അതിനോട് ആവശ്യമുള്ള ഒരുപാട് കാര്യങ്ങളും ഒക്കെ വിൽക്കുന്ന കടകളുണ്ട്. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഈ ആൾക്കാർ ഈ പൈസ എന്ന് പറഞ്ഞ് സാധാരണക്കാരായ ആൺകുട്ടികൾ ജോലി എടുക്കുന്ന ആഴ്ചയിൽ അവർക്ക് കിട്ടുന്ന പൈസയും കൊണ്ട് ഇപ്പോൾ ഞാൻ ഒത്തിരി കുട്ടികൾ എൻ്റെ ഫ്രണ്ട്സായിട്ട് എനിക്ക് ചൂണ്ടയിടുന്ന സ്ഥലങ്ങളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അവരൊക്കെ സാധാരണ ആൺകുട്ടികളാണ്. വെൽഡിങ് ജോലിക്ക് പോകുന്നവർ, കെട്ടിടം പണിക്ക് പോകുന്നവർ, ബസ്സിൽ ജോലിക്ക് പോകുന്നവർ, ഓട്ടോ ഓടിക്കുന്നവർ, പിന്നെ അത് കണക്ക് തന്നെ കടകളിൽ ജോലിക്ക് നിൽക്കുന്നവർ, പിന്നെ പഠിക്കുന്ന കുട്ടികൾ, അങ്ങനെയുള്ളവരും അതിസമ്പന്നരായ ആൾക്കാരും ഉണ്ട്. ഈ യൂട്യൂബിലും ഇൻസ്റ്റയിലും ഒക്കെ വീഡിയോസ് ഇടാൻ വേണ്ടി മീൻ പിടിക്കാൻ വേണ്ടി വരുന്നവരും ഉണ്ട്. അവർക്കൊക്കെ ദിവസങ്ങളോളം ചിലപ്പോൾ എവിടെയെങ്കിലും പോയി ചൂണ്ടയിട്ടാലായിരിക്കാം ഒരു മീനെ കിട്ടുന്നത്. കാരണം അത് ഞാൻ ഇപ്പോൾ പറയുന്നത് ഏതെങ്കിലും ഒരാൾ അത് ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അവർ സമ്മതിച്ചിട്ട് അല്ലെങ്കിൽ ചെന്ന ഉടനെ അവർ ചൂണ്ടയിട്ടു അവർക്ക് മീൻ അടിച്ചു എന്ന് പറയാം. ഒരിക്കലും ഇല്ല. 1 മണിക്കൂറും 2 മണിക്കൂറും ചിലപ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെയൊക്കെ ചൂണ്ടയിട്ടാലായിരിക്കാം ഒരു മീനെ കിട്ടുന്നത്. അതേപോലെ തന്നെ അതിൽ അപ്പോൾ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് ഞാൻ എന്നെ പൊക്കി പറയുന്ന അല്ലെങ്കിൽ ഞാൻ വലിയ സംഭവം ഒന്നും അല്ല കേട്ടോ. ഞാൻ ചൂണ്ടയിടാൻ പോകുന്നത് ഞാൻ വീഡിയോ എടുക്കുന്നതിൽ ഉപരി ഞാൻ രാവിലെ വെളുപ്പിനെ 2 മണിക്കൊക്കെ എൻ്റെ വീട്ടിൽ നിന്ന് ഇവിടുന്ന് ഞാൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ 5 മണിക്കാണ് ഞാൻ ചെറായി എത്തുന്നെന്ന് അല്ലെങ്കിൽ മുൻപ് എത്തുന്നെന്ന് പറഞ്ഞല്ലോ. ഞാൻ വൈകിട്ട് വരെ ഞാനൊരു 8 മണി 9 മണി വരെ രാവിലെ പോയിട്ടുണ്ടെങ്കിൽ അതിനുശേഷം എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ അടുത്തൊരു വീടുണ്ട് എൻ്റെ കൂടെ മീൻ പിടിക്കാൻ വേണ്ടി ഞാനിട്ട വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ജിമ്മി എന്ന് പറയുന്ന ഒരു പട്ടിക്കുട്ടിയുണ്ട്. അവൻ എൻ്റെ കൂടെ തന്നെ, കുട്ടിയൊന്നും അല്ല കേട്ടോ, അവന് 7 വയസ്സോളമായിരുന്നു അവരുടെ വീട്ടുകാർ പറയുന്നത്. ആ വീട്ടിലാണ് ഞാൻ എൻ്റെ വണ്ടി വെക്കുന്നത് കേട്ടോ. അപ്പോൾ അവരപ്പം തന്നെ എന്നായിട്ട് നല്ല കൂട്ടായതിനു ശേഷം അവനെ തുറന്നു വിടും, ചങ്ങല അഴിച്ചു വിടും എൻ്റെ കൂടെ. അത്രയും നേരം ഇരുന്ന് മീൻ പിടിച്ചാൽ എനിക്ക് നല്ല ശരിക്കും മീൻ കിട്ടാറുണ്ട്. എന്താ പറയുക, സീസൺ അനുസരിച്ചിട്ടുള്ള മീനുകൾ എനിക്ക് കിട്ടാറുണ്ട്. ഞാനത് നമ്മുടെ റോസ്മേരി സിസ്റ്ററിൻ്റെ അഭയ കേന്ദ്രത്തിൽ കൊടുക്കാറുണ്ട്. നമ്മൾ ഉച്ചഭക്ഷണം കൊടുക്കുന്ന അപ്പച്ചനും അമ്മച്ചിക്കും കറി വയ്ക്കാൻ കൊടുക്കാറുണ്ട്. ഉണ്ണിക്കുട്ടൻ്റെ വീട്ടിൽ കൊടുക്കാറുണ്ട്. പിന്നെ
നമ്മുടെ കൂടെ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന, നമ്മുടെ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന ഏതെങ്കിലും ചേച്ചിമാർക്ക്, ക്ലീനിങ്ങിലൊക്കെ ജോലി ചെയ്യുന്നതോ അല്ലെങ്കിൽ നേഴ്സുമാർക്കോ ആർക്കെങ്കിലും ഇത്തിരി മീൻ തരുമോ ബീന, വിഷമിടാത്ത മീനല്ലേ എന്നൊക്കെ പറയുമ്പോൾ, കാരണം ഇങ്ങോട്ട് അറിയാമല്ലോ മലയോര പ്രദേശങ്ങളിലൊക്കെ കടൽ മീനെന്ന് പറയുമ്പോൾ കടൽ മീൻ നല്ല വിലയാണ്, ഒന്ന്. രണ്ട്, ഐസൊക്കെ ഇട്ട് വരുന്ന മീനാണ്, അമോണിയൊക്കെ ചേർത്ത് ഐസിട്ട് ചെയ്യാതിരിക്കാൻ അങ്ങനെയൊക്കെ ചേർത്ത് വരുന്ന മീനുകൾ. അപ്പോൾ നമ്മൾ പിടിച്ചുകൊണ്ട് വരുന്ന ഈ മീനെന്നൊക്കെ പറയുമ്പോൾ ഇവർക്ക് ഭയങ്കര കാര്യമാണ്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ആവശ്യക്കാർ അത്ര ആഗ്രഹിച്ചിരിക്കുന്നത് കൊണ്ട്, അതിലൊരു സത്യം ഉള്ളത് കൊണ്ടായിരിക്കാം ആണ് നമ്മൾ മീൻ പിടിക്കാൻ ചെന്നാൽ നമുക്ക് മീൻ കിട്ടുന്നതെന്ന് എനിക്ക് നല്ല ഉറപ്പാണ്. പിന്നെ ഞാൻ ചെന്നിരുന്നു കഴിഞ്ഞാൽ ഞാൻ ആദ്യം കടലമ്മയോട് പ്രാർത്ഥിക്കും. അതെനിക്ക് നമ്മുടെ ബോട്ടിൽ പോകുന്ന അപ്പച്ചന്മാരും ആൺകുട്ടികളും ഒക്കെ പറഞ്ഞു തന്ന ഒരു രഹസ്യമായിട്ടുള്ളൊരു പരസ്യമാണ്. നമ്മൾ കടലിൽ ചെന്ന് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ കടലമ്മേനെ നമ്മൾ വന്ദിക്കണമെന്നും പ്രാർത്ഥിക്കണമെന്നും അതിനുശേഷം നമ്മൾ മീൻ പിടിക്കാൻ ഇരിക്കുന്ന സ്പോട്ടിൽ നമ്മൾ കുറച്ച് തീറ്റ വിതറിയിടണമെന്നും അതിനുശേഷം നമ്മൾ ചൂണ്ടയിട്ടാൽ നമുക്ക് മീനെ കിട്ടും എന്നും ഒക്കെ കൊടുത്ത് തിരിച്ച് മേടിക്കുന്ന ആ ഒരു സിസ്റ്റമാണ്. എന്താണേലും നമുക്ക് മീൻ അടിക്കാറുണ്ട്. ഇപ്പം ഇന്നലെ ആണെങ്കിലും ഞാൻ മീനെ പിടിക്കാൻ പോയി, മീനെ കിട്ടി. ഈ പറഞ്ഞ കണക്ക് തന്നെ ഞാൻ രാവിലെ ഒരു 10 മണിയായപ്പോൾ ഇവർ സംസാരിച്ച് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് അവർ മേടിച്ചുകൊണ്ട് വന്ന മീനെ വിട്ട് വീഡിയോ എടുത്തതിന് ശേഷം അവർ ഒരു ജീവനുള്ള ഒരു മീന് വേണ്ടി അവർ മണിക്കൂറുകളോളം അവിടെ ഇരുന്നു. അതിന് ശേഷം ഞാൻ അവരോട് ചോദിച്ചു മീൻ വേണോ, അല്ലെങ്കിൽ ജീവനുള്ള മീനെ ഞാൻ എടുത്തു കഴിഞ്ഞപ്പോൾ മോൻ്റെ കയ്യിൽ ചൂണ്ട മീനും കൊടുക്കാൻ നിങ്ങൾ തന്നെ വീഡിയോ എടുത്താൽ, കാരണം ജീവനുള്ള ഒരു മീനെ പിടിച്ചോണ്ട് നിൽക്കുന്ന ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ ചിലവർക്കെങ്കിലും അതൊരു ഭയങ്കര ഒരു വീഡിയോ എടുക്കാൻ വരുന്നവർക്ക് അറിയാം അതൊരു വലിയൊരു എന്താ പറയുന്നതെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ അവർക്ക് അതൊരു സന്തോഷമായിരിക്കാം. അപ്പം അവർക്ക് അത് വേണ്ട, നാണക്കേട്. ശരി ആയിക്കോട്ടെ. അപ്പം പിന്നെ ഞാൻ 11 മണിയായപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി പോരുന്നു കേട്ടോ. പിന്നെ എനിക്ക് മനസ്സിനകത്ത് ഇങ്ങനെയും ആൾക്കാർ നുണയും കള്ളത്തരവും അല്ലെങ്കിൽ ചതിവും വഞ്ചനയും മറ്റുള്ളവരോട് കാണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ സ്വയമായിട്ട് കാണിച്ച് അത് തൻ്റെ കുഞ്ഞുങ്ങളെയും കൂടെ അതിനകത്ത് ഉൾപ്പെടുത്തി അത്രയും ഒരു നീച പ്രവൃത്തിയൊക്കെ ചെയ്യുന്നതെന്ന് കാര്യം ഓർത്തപ്പോൾ എനിക്ക് വിഷമം തോന്നി കേട്ടോ. പിന്നെ എനിക്ക് അവിടെ ഇരിക്കാനൊന്നും തോന്നിയില്ല. ഞാൻ പിന്നെ സ്ഥലം മാറി. ഞാൻ മുനമ്പം തൊട്ട് ഞാൻ ആലപ്പുഴ, കായംകുളം, അത് കരുനാഗപ്പള്ളി ഒക്കെ കഴിഞ്ഞിട്ട് അഴീക്കൽ എന്ന് പറയുന്ന പാലത്തിൻ്റെ അഴീക്കൽ ബീച്ചിൽ വരെ ഞാൻ ഇന്നലെ വെറുതെ പോയി. അഴീക്കൽ ചെന്നിട്ട് മീൻ പിടിച്ചു. എനിക്ക് അവിടുന്ന് നിറയെ മീൻ, അതായത് വറ്റ, അത് കണക്ക് തന്നെ ഈ ഏട്ടക്കൂരി, അവിടെ ഏട്ടക്കൂരിയാണ് ഇപ്പം കടലിൽ എനിക്ക് തോന്നുന്നു കരയോട് ചേർന്ന ഭാഗങ്ങളിൽ എല്ലായിടത്തും ഏട്ടക്കൂരിയാണ് അടിക്കുന്നത് കേട്ടോ. ഏട്ടക്കൂരി വറ്റ ഒക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളത് എല്ലാവർക്കും വീതം വെച്ച് കൊടുത്തു. ഇപ്പം ആദ്യം പറഞ്ഞോടും വീതം വെച്ച് കൊടുത്തു. ഇനിയും സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഇന്ന് ആ പുള്ളിക്കാരത്തി എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു സിസ്റ്ററുണ്ട്. പുള്ളിക്കാരത്തി വന്നില്ല കേട്ടോ. പുള്ളിക്കാരത്തി നാട്ടിലേക്ക് പോയി, പെട്ടെന്ന് പോകേണ്ടതായിട്ട് വന്നു. അപ്പോൾ ഞാൻ അവർക്ക് വേണ്ടി ഇപ്പോഴും എൻ്റെ ഫ്രിഡ്ജിൽ ഞാൻ മീൻ വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ എടുത്ത് സംസാരിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് മാതൃകയാവുക. നമ്മൾ ഒരു നുണ പറഞ്ഞിട്ട്, നമ്മൾ നുണ പറയാത്ത ആൾക്കാരില്ല, പക്ഷേ നമ്മുടെ കുട്ടികളെ ഇങ്ങനെയുള്ള കാര്യത്തിൽ കാണിച്ചു കൊടുത്ത് പറയുമ്പോൾ അവരുണ്ടാവുന്ന ആ ഒരു നമ്മുടെ വില നമ്മൾ തന്നെ കളയണം. നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ മക്കളുടെ മുന്നിലെങ്കിലും കുറച്ച് അവരുടെ റെസ്പെക്റ്റ്, സ്നേഹവും വിശ്വാസവും ആദ്യം മേടിക്കുക, പിന്നെ നാട്ടുകാരുടെ വിശ്വാസവും റെസ്പെക്റ്റും മേടിക്കുക. ഒരു ദിവസം 2 ദിവസം ഒന്ന് വീഡിയോയിൽ മീൻ പിടിക്കാൻ പോകുമ്പോൾ മീനെ കിട്ടിയില്ല, വീഡിയോ എടുക്കാൻ പറ്റില്ല എന്ന് വെച്ച് നിങ്ങൾ നിരാശപ്പെടരുത്. നിങ്ങൾ പരിശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക. നിങ്ങളുടെ സമയം വെറുതെ ഒന്നും ഒരു വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല, നമുക്ക് ചാനൽ തുടങ്ങിയെന്ന് പറഞ്ഞിട്ട് നമ്മൾ പരിശ്രമിച്ചുകൊണ്ടേ ഇരിക്കുമ്പോൾ നമുക്കത് കിട്ടും. കടലിൽ ചൂണ്ടയിട്ട് മീൻ പിടിക്കുക പറഞ്ഞാൽ അതൊരു ഭാഗ്യമാണ്. എല്ലാവർക്കും ചൂണ്ടയിട്ടാൽ മീൻ കിട്ടാറില്ല. പിന്നെ ആ ഭാഗ്യം കിട്ടണമെങ്കിൽ നമുക്ക് ക്ഷമ എന്ന് പറഞ്ഞ്, ഏത് കാര്യത്തിനും ക്ഷമ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ആ ക്ഷമ ഒരുപാട് വേണം, ഒപ്പം പ്രാർത്ഥന വേണം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.